പ്രമുഖ ടെലികോം ഓപ്പറേറ്ററായ റിലയൻസ് ജിയോ എൻട്രി ലെവൽ പ്ലാനുകൾ പിൻവലിച്ചു. പ്രതിദിനം 1 GB ഡേറ്റ വീതം ലഭിക്കുന്ന 22 ദിവസത്തെ 209 രൂപ പ്ലാൻ, 28 ദിവസത്തേക്കുള്ള 249 രൂപ പ്ലാൻ എന്നിവയാണ് കമ്പനി പിൻവലിച്ചത്. അധിക ഇന്റർനെറ്റ് ആവശ്യമില്ലാതിരുന്ന ഉപയോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് ജിയോയുടെ ഈ പുതിയ നീക്കം. കുറഞ്ഞ നിരക്കിലുള്ള പ്ലാൻ പിൻവലിക്കപ്പെട്ടതോടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന പ്ലാൻ 299 രൂപയുടേതായി മാറി. പ്രതിദിനം 1.5 GB ആണ് ഈ പ്ലാനിൽ ലഭ്യമാകുന്നത്. കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ടെലികോം കമ്പനികൾ അടുത്ത 6 മാസത്തിനുള്ളിൽ വീണ്ടും താരിഫ് വർധന പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം ജൂണിൽ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ജിയോ, വോഡഫോൺ, ഐഡിയ, എയർടെൽ കമ്പനികൾ 19 മുതൽ 21% വരെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ജിയോ പ്രീപെയ്ഡ് താരിഫിൽ വർധന വരുത്തിയെന്ന വാർത്ത പുറത്തുവന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരിക്ക് ഉണർവായി. 3% ഓഹരികൾ ഉയർന്നു. രാജ്യത്ത് ടെലികോം കമ്പനികൾ തമ്മിൽ ഇപ്പോൾ നിലവിൽ വലിയ മത്സരങ്ങളില്ല. ഓഫർ നൽകി ഉപയോക്താക്കളെ പിടിച്ചു നിർത്താനോ ആകർഷിക്കാനോ കമ്പനികൾ ശ്രമിക്കുന്നില്ല. ഒരു കാലത്ത് ടെലികോം മേഖലയിൽ കടുത്ത മത്സരം നിലനിന്നിരുന്നു. എന്നാൽ പല കമ്പനികൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ അടച്ചുപൂട്ടേണ്ടി വന്നു. പൊതുമേഖലാ സ്ഥാപനമായ BSNL നിരക്ക് വർദ്ധിപ്പിച്ചില്ല എങ്കിലും ഉപയോക്താക്കളെ ആകർഷിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് വിവരം.